ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീമാത്സ്. വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലോക്കും സമയവും, ക്ലോക്ക് ആൻഡ് ടൈം. അതായത് ഒരു ക്ലോക്ക് ഇവിടുന്ന് ഇവിടെ വരെ 5 മിനിറ്റ്, ഇവിടുന്ന് ഇവിടെ വരെ 5 മിനിറ്റ്, ഇവിടുന്ന് ഇവിടെ വരെ 5 മിനിറ്റ്. അതായത് ഈ 1 ഡിഗ്രി അളവെന്ന്, 1 മിനിറ്റിൻ്റെ അളവെന്ന് പറയുന്നത്, 1 മിനിറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ 1 മിനിറ്റിൻ്റെ അളവെന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 6 ഡിഗ്രി. അങ്ങനെ എത്ര മിനിറ്റ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4, 5. 1, 2, 3, 4, 5 ഗ്യാപ്പ്. അതായത് 5 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 ഗുണം 6 ഡിഗ്രി. അതായത് ഈ ഞാനിങ്ങനെ വലുതാക്കി ഇട്ടേക്കുന്ന നമ്പർ അറിയാൻ വേണ്ടി ഈ ഓരോ അളവും 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി, 30 ഡിഗ്രി, 30, 30, 60, 60, 30, 90, അങ്ങനെ പോകും. ഓരോ ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കും. അതാ ഇങ്ങനെ ഇപ്പം 12ൻ്റെ അവിടെ സൂചി, 12ൻ്റെ ഇവിടെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. ഇത് 12:01 1 മിനിറ്റ് ആകുമ്പോഴത്തേന് 6 ഡിഗ്രിയാണ് വരുന്നത്. അതായത് ഇവിടെ വരുന്ന അളവെന്ന് പറയുന്നത് വെറും 6 ഡിഗ്രിയാണ്. പിന്നെ അതേപോലുള്ള 5 യൂണിറ്റുകളാണുള്ളത് ഓരോ ഗ്യാപ്പിലും, ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും ഓരോ. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര ആയിരിക്കും? 30 ഡിഗ്രി. ഇവിടെ മുതൽ ഇവിടെ വരെ എത്ര ആയിരിക്കും? ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും എത്ര ആയിരിക്കും? 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു ചോദ്യം PSCക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്, മണിക്കൂർ സൂചി എപ്പോഴും അതിൻ്റെ കോണളവാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ കോണിൻ്റെ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും. മണിക്കൂർ സൂചി 8ൻ്റെ നേരെയും മിനിറ്റ് സൂചി 12ൻ്റെ നേരെയും ആയാൽ കോണളവ് എത്ര? മിനിറ്റ് സൂചി 12ൻ്റെ നേരെയുമായാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നേരെയും ആയാൽ ഈ സൂചികൾ തമ്മിലുള്ള ഇവ തമ്മിലുള്ള കോണളവ് എത്രയാണ്? ഇവ തമ്മിലുള്ള കോണളവ്, അതാണ് ചോദ്യം. കോണ ഞാൻ പറഞ്ഞേ 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെ ഇവിടെ എത്ര വരുന്നു? 8, 5, 10, 15, 20 മിനിറ്റ് വരുന്നുണ്ട്. 5 മിനിറ്റ് എന്ന് പറയുന്നത്, അതായത് നോക്കാമല്ലോ, 8 മുതൽ ഇവിടെ വരെ 30ആണ്. ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 30 അങ്ങനെ എത്ര യൂണിറ്റ് വരുന്നു? 1, 2, 3, 4 30 വരുന്നുണ്ട്. അതായത് അത് തമ്മിലുള്ള കോണളവ് എത്രയാണ്? എത്രയാണെന്ന് നോക്കാമല്ലോ. മണിക്കൂർ സൂചി ഏതിൻ്റെ നേരെയാണ്? 8ൻ്റെ നേരെ. മിനിറ്റ് സൂചിയോ? മിനിറ്റ് സൂചി 12ൻ്റെ നേരെ. അതായത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പറഞ്ഞാലും നമുക്ക് നോക്കുന്നതിന് വിഷമമൊന്നുമില്ല. ഇവിടുന്ന് എത്ര യൂണിറ്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ മുതൽ ഇവിടെ വരെ 30 ഡിഗ്രി, ഇവിടെ മുതൽ ഇവിടെ വരെ 30, ഇവിടെ മുതൽ ഇവിടെ വരെ 30, ഇവിടെ മുതൽ ഇവിടെ വരെ 30. അതായത് 1, 2, 3, 4. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാന്ന് പറഞ്ഞു. 1 മിനിറ്റ് 6 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റാണ് ഓരോ യൂണിറ്റും. 5 മിനിറ്റ് അതാണ് ഈ കാണിക്കുന്ന ഓരോ യൂണിറ്റ്. അതായത് ഇവ തമ്മിലുള്ള ഗ്യാപ്പ് 5 മിനിറ്റ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രി ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 ഡിഗ്രി. അതായത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് 5 മിനിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവിടെ എത്ര ഉണ്ട്? 30 + 30. എത്ര 30 വന്നു? 1, 2, 3, 4. അതായത് 4 × 30 ഡിഗ്രി, 4 യൂണിറ്റ് വന്നു. അതായത് ഇവ തമ്മിലുള്ള കോണളവ് എന്താന്ന്, ഈ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയാണ്? 120 ഡിഗ്രി. ഇപ്പം 8 മണി എന്നുള്ള വേറെ എവിടെയെങ്കിലും കാണിച്ചെങ്കിൽ നമുക്ക് പറയാം. പതിനൊന്നിൻ്റെ നേരെയാണ് കാണിച്ചതെന്ന് നോക്കിയോ. 11ൻ്റെ നേരെ ആണ് മണിക്കൂർ സൂചി.
അതായത് അവർ സൂചി 11ൻ്റെ നേരെ, മിനിറ്റ് സൂചി 12ൻ്റെ നേരെ, അതായത് 11 മണി. അങ്ങനെ വരുമ്പോൾ ഈ ഒരൊറ്റ യൂണിറ്റേ വരുന്നുള്ളൂ. ഒറ്റ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 × 6, അതായത് 30 ഡിഗ്രി. 1 മിനിറ്റ് 6 ഡിഗ്രി ആയാൽ 5 മിനിറ്റ് കാണാൻ 5 × 6 30 ഡിഗ്രി. അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. സാധാരണ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാനിങ്ങനെ കാണിച്ചത്. അതിപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ 1, ഇപ്പോൾ 12, 1 എന്നുള്ള നമ്പർ 1, 2, 3, 4, 1, 2, 3, 4, 5. ഈ 1 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എത്ര മിനിറ്റാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അങ്ങനെ എത്ര തവണ വരുന്നു? 1, 2, 3, 4, 5. അതായത് 5 തവണ 6 ഡിഗ്രി വരുന്നുണ്ട്. 1 മിനിറ്റാണ് 6 ഡിഗ്രി. അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റ് 6 ഡിഗ്രി. അത് നല്ലപോലെ മനസ്സിലത് ആ ക്ലോക്കിൻ്റെ ചിത്രം വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാവും. 1 മിനിറ്റ് 6 ഡിഗ്രി ആയാൽ 5 മിനിറ്റ് എന്ന് പറയുന്നത് 5 × 6 ഡിഗ്രി, അതായത് 30 ഡിഗ്രി. ഇപ്പോൾ ചെറിയ സൂചി മണിക്കൂർ സൂചി 6ൻ്റെ നേരെയും മിനിറ്റ് സൂചി 12ൻ്റെ നേരെയും ആയാൽ അതായത് 6 മണി. അപ്പോൾ ഇവിടുന്ന് എത്ര നോക്കണം? ഇതാകുമ്പോൾ ഇത്രയും പകുതിയാണ്. അതൊന്നും ഓർക്കാനില്ല. ഒരു ഫുള്ളെന്ന് പറയുന്നത് എത്രയാണ്? ഒരു ഫുൾ റൗണ്ട് ഡിഗ്രി എത്രയാണ്? 360 ഒരു സർക്കിളിൻ്റെ. ഒരു ഫുൾ റൗണ്ട് വരുന്നത് 360 ഡിഗ്രിയാണ്. അതായത് അതിൻ്റെ നേരെ പകുതി വരും. അതൊന്നും എണ്ണാനില്ല. 360ൻ്റെ പകുതി 180 ഡിഗ്രി. മണിക്കൂർ സൂചി 6, മറ്റേത് 12ൻ്റെ നേരെ 6 മണി. അതായത് അല്ല ഇങ്ങനെ വേണമെങ്കിലും നോക്കാം. 1, 2, 3, 5, 10, 15, 20, 25, 30. 30 × 6 180 ഡിഗ്രി. അത് തമ്മിലുള്ള കോണളം എത്രയാണ്? 180 ഡിഗ്രി. തമ്മിലുള്ള കോണളവ്, അതായത് ഇവിടെ എത്ര യൂണിറ്റ് വന്നു? 1, 2, 3. 3 യൂണിറ്റ് വന്നു. അതായത് ഇവിടെ വരെ 30, 30, 60, 90. ഇങ്ങനെ വരുമ്പോൾ എത്രയാണ്? 90. ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളം എത്രയാണ്? 30, 30, 30. 90 ഡിഗ്രി. ഇത് ഓർത്തിരിക്കണം. 1 മിനിറ്റിൻ്റെ കോണളവ് 1 മിനിറ്റ്, അതാണ് പ്രധാനം. ഇനി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് ആ ക്ലോക്ക് നമ്മുടെ മനസ്സിൽ വരണം, മനസ്സിലങ്ങ് പതിക്കണം. എന്നാലും നമുക്ക് ഇങ്ങനെയുള്ള കണക്കുകൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു മെയിൻ പോയിൻ്റാണ് എപ്പോഴും നമുക്കിത് അറിഞ്ഞിരിക്കണം. 1 മിനിറ്റ് എന്ന് പറയുന്നത് 6 ഡിഗ്രിയാണ്. അതായത് ഈ ആംഗിള് 6 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ 5 യൂണിറ്റ് വരുമ്പോൾ 5 × 6 30 ഡിഗ്രി വരും. ഒരു 5 മിനിറ്റിന് 30 ഡിഗ്രി. അന്നേരം നമുക്ക് ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവാണ് എപ്പോഴും ചോദിക്കുന്നത്. ആ ക്ലോക്ക് നല്ലതുപോലെ മനസ്സിൽ വന്ന് വീട്ടിൽ നിന്ന് ക്ലോക്ക് എടുത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ചെയ്യാൻ പറ്റും. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ലതുപോലെ മനസ്സിലായി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഫലപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. താങ്ക് യു.